അവനാത്മാവെ അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, സ്നേഹമുള്ളവരെ, ദൈവത്തെക്കുറിച്ച്, പ്രപഞ്ച ശക്തിയെക്കുറിച്ച്, പ്രപഞ്ചത്തിലെ ദൈവത്തിൻ്റെ പ്രഭവിതറുന്ന മനോഹരവും അത്ഭുതകരവുമായ പലതിനെക്കുറിച്ചും നോക്കിക്കാണുന്നവർ, പഠിക്കുന്നവർ, തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും മറ്റ് ശാസ്ത്രാദിശാസ്ത്രങ്ങളും പഠിക്കുന്നവർ ദൈവത്തിൻ്റെ ആ ബലത്തെ, ശക്തിയെ, ജ്ഞാനത്തെ ചേർത്ത് കോരി വാരി പിടിക്കും. പക്ഷെ ദൈവം എല്ലാ നേരവും ശക്തനാണോ, കഴിവുറ്റവനാണോ? അതോ ചിലപ്പോഴെങ്കിലും ദൈവം നിസ്സഹായനായി പോകുന്നുണ്ടോ? എന്താണ് ദൈവത്തിന് നിസ്സഹായതയോ? എല്ലാം ചെയ്യാൻ കഴിയുന്ന, സർവ്വതും സൃഷ്ടിച്ച, പരിപാലിക്കുന്ന ദൈവം നിസ്സഹായനാണെന്ന് പറയേ എങ്ങനെ ധൈര്യം വന്നേ? പക്ഷെ ദൈവം ചിലപ്പോഴൊക്കെ നിസ്സഹായനായി നിൽക്കുന്ന രംഗങ്ങളുണ്ട്. അതെപ്പോഴാ, എവിടെയാ? മനുഷ്യന് ദൈവം നൽകിയ, മനുഷ്യ സൃഷ്ടിയിൽ ദൈവം നിക്ഷേപിച്ച ഒരു വലിയ ദൈവദാനമുണ്ട്. അത് സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം മനുഷ്യൻ ദുരുപയോഗിക്കുന്നിടത്ത് ദൈവം നിസ്സഹായനാണ്. ആ ദൈവത്തിന് നിസ്സഹായത എന്ന് പറയുന്നത് മനുഷ്യൻ ദൈവം നൽകിയ വിശിഷ്ടദാനമായ സ്വാതന്ത്ര്യം നന്മയ്ക്കായി ഉപയോഗിക്കുമെന്നുള്ള ദൈവപ്രതീക്ഷയുടെ, ദൈവപ്രത്യാശയുടെ, ഡിവൈൻ ഹോപ്പ് അത് തച്ചുടച്ച് അറുത്ത് ചെത്തിമാറ്റി ക്രൂരനായി, മൃഗം പോലും ചിന്തിക്കാനും ചെയ്യാനും മടിക്കുന്ന, മൃഗത്തിനു പോലും ലജ്ജ തോന്നുന്ന കർമ്മങ്ങൾ മനുഷ്യൻ തൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ചിലപ്പോൾ ചെയ്യും. കാരുണ്യവും സ്നേഹവും ദാനവും ദയയും അനുകമ്പയും മറന്ന് നിഷ്ഠൂരനായ, മൃഗത്തെ ലജ്ജിപ്പിക്കുന്ന, ക്രൂരത പ്രദർശിപ്പിക്കുന്ന മനുഷ്യഹൃദയങ്ങളുണ്ട്. അവിടെ ദൈവം നിസ്സഹായന. ദൈവം തൻ്റെ പ്രബല ശക്തിയും ജ്ഞാനവും അനന്തമായ ക്രിയാത്മകതയും ദൈവം എടുത്തുപയോഗിക്കില്ല. കാരണം സൃഷ്ടിയിൽ ദൈവം മനുഷ്യന് സ്വാതന്ത്ര്യം നൽകി. ആ സ്വാതന്ത്ര്യം ദുരുപയോഗിക്കുന്ന മനുഷ്യൻ്റെ മുമ്പിൽ ദൈവം എപ്പോഴും നിസ്സഹായനായി നിലകൊള്ളും. ഒരിക്കലും ദൈവത്തെ നിസ്സഹായനായി നിലനിർത്താൻ നീ ഞാനും ശ്രമിക്കരുത്. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.